കുറിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും, വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുമെന്നാണ്. എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ? അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ്. പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ്? 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയണം. നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർത്ഥനകൾ പാസാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ്, നിയമം ലംഘിച്ചുകൊണ്ടാണ്, എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് ചെയ്തത്. നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ, എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ, പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി 500 കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ? 24.24%. ഇന്ന് വരെയുള്ള എക്സ്പെൻഡിച്ചർ 500 കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ 24% മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത? നിരവധി കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. വിവിധ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 700 കോടി രൂപ സപ്ലൈകോയ്ക്ക് വെച്ചിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട്, കടമായിട്ട് കൊടുക്കാനുണ്ട്. അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് 700 കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. ആ കടം തീർത്താൽ പിന്നെ സപ്ലൈകോയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല, സപ്ലൈകോ പൂട്ടുന്ന സ്ഥിതിയിൽ വരും. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ്. കാരുണ്യ പദ്ധതി ഏകദേശം 1800 കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക. അപ്പോൾ ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു, കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു. ഏകദേശം ഒരു 50% വരും. വലിയ വെട്ടിക്കുറവുണ്ടായി. രണ്ടാമത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട്. വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബജറ്റ് പെർഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ബജറ്റ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? അപ്പോൾ ഇത് വെറും പൊള്ളയായ വാക്കുകളാണ്. മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ്. ഒന്നും കമ്പൈൽ ചെയ്തിട്ട് പോലുമില്ല ബജറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത്. പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൽ ചെയ്ത് ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല. നമ്മൾ കേട്ടത് തന്നെ 3 പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ബജറ്റിൽ ആവർത്തിച്ചു. ഒന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും, രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല. കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല, അതിന് വിശ്വാസ്യതയില്ല. കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത്. അത്രമാത്രം മതി. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുമെന്ന് പറയുന്നത് PF ലയിപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടില്ല. അവരുടെ ലീവ് സറണ്ടർ അത് 2027 കിട്ടും എന്നാണ് പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം 170 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില
10 രൂപ കൂട്ടി 150 രൂപയ്ക്ക് അല്ലേ, 180 രൂപയ്ക്ക്. റബ്ബറിന് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്രയാണെന്ന് അറിയാം? 210 രൂപ, 208, 210, 208 ഇപ്പോൾ ഇന്നത്തെ വില. 208 രൂപയാണ്. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട്? ഓൾറെഡി ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ 28 രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. 170 രൂപ, 10 രൂപ കൂട്ടി 180 രൂപ ആക്കി. എന്തിനാ ഇവരുടെ പൈസ എന്തിനാ? മാർക്കറ്റിൽ പോയാൽ 208 രൂപ കിട്ടും. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത്. ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ 50% വർധനവാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇപ്പോൾ പറയുന്ന കണക്ക് എന്താണെന്നറിയോ? 2020 മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമലായപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല, ഒരു ടാക്സും കിട്ടിയിട്ടില്ല. അപ്പോൾ കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത്. ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത്, അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല. 30%-ലധികം GSTയിലെ നികുതി വരുമാനം വർധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ്. കാരണം കൺസ്യൂമർ പോയിൻ്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ ഇവരുടെ നികുതി ഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇനഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ GSTക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി. ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല. വളരെ ഇനഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? നികുതി പിരിച്ച്, പരമാവധി നികുതി പിരിച്ച്, നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ, ക്ഷേമ പദ്ധതികളിലൂടെ, വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക. ഇപ്പോൾ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു പേജ് മുഴുവൻ പറയുകയാണ്. ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് 4500 കോടിയാണ്. സെൻട്രൽ ഷെയർ ഉണ്ട്, അത് കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ജലജീവൻ മിഷനിൽ വർക്ക് എടുത്തവർ 4500 കോടി. ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക, ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 65,000 കോടി. അപ്പോൾ 1 ലക്ഷം കോടി രൂപയിലധികം, ഏകദേശം 1.25 ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട്. അപ്പോൾ അതിന് പോലും ഇല്ല. എന്നിട്ട് ഈ 50% പ്ലാൻ കട്ട് ചെയ്തിട്ട് 2000 കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? കേട്ടാൽ ചിരിച്ചു പോകും നമ്മൾ. ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ ഭരണം കേരളത്തെ 10-20 വർഷം പിന്നോട്ട് വലിക്കുകയാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചൊക്കെ പറയുന്ന കേട്ട് എന്താ സംഭവം? വൈസ് ചാൻസലർമാർ പോലുമില്ല യൂണിവേഴ്സിറ്റികളിൽ. പണ്ട് 90% മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല. അത് ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിനാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. കുട്ടികൾ പോവാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയുകയാണ്. ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത്, ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ്. നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഭരണഘടനാപരമായൊരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട്
യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചത്. ഇതിലുണ്ടോ? അല്ല, ഭൂനികുതി വർധന അത് ഞങ്ങൾ UDF ആലോചിക്കും. എന്തായാലും ശക്തിയായി ഞങ്ങൾ അതിൻ്റെ അകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. 50% ഭൂനികുതിയൊക്കെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിനെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഏതാണ്? തീർച്ചയായിട്ടും അതിനകത്ത് മാത്രമല്ല, അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. അതായത് ഡിമാൻഡ്സ് പാസ്സാക്കിയതാണ് നിയമസഭ, അതിൻ്റെ അപ്രോപ്രിയേഷൻ പാസ്സാക്കിയതാണ്. ആ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ അംഗീകരിച്ചതാണ്. ആ ബില്ലിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ റിഡക്ഷൻ നടത്താൻ പാടില്ല. അത് ആ ആർട്ടിക്കിൾ 204-ൻ്റെയും 205-ൻ്റെയും വയലേഷനാണ്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഈ പ്ലാൻ സൈസ് വെട്ടിക്കുറച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു 300 സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി കൊണ്ടുവന്നു, പ്രയോറിറ്റി മാറ്റി അതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച റൂൾ 300 സ്റ്റേറ്റ്മെൻറ്റിൽ പറയാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തു. എത്ര ക്രൂരമായിട്ടാണ് ഈ കുട്ടികളുടെ പഠനാവശ്യങ്ങളും ന്യൂനപക്ഷ സ്കോളർഷിപ്പും പട്ടികജാതിക്കാരുടെ കാര്യങ്ങളുമൊക്കെ എത്ര മോശമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വലിയ തുകയാണ് ഇതെല്ലാം മാറ്റിയിരിക്കുന്നത്, വലിയ തുക. വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് ഈ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച ഓർഡറാണ് ഇരിക്കുന്നത്. മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് ഫീ, വിദേശ സ്കോളർഷിപ്പ്, ITT IIM പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, CA പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ്, UGC നെറ്റിനുള്ള സ്കോളർഷിപ്പ്, എല്ലാം APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഇനി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഈ ഗ്രാൻസ് കൊടുക്കാൻ പറ്റുന്നില്ല 2 കൊല്ലമായിട്ട്. ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെൻറ്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഈ ഗ്രാൻസ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ആദ്യത്തെ 25 പ്രയോറിറ്റിയിലില്ല. എത്ര അരിയേഴ്സാണ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത്? ഇപ്പോൾ നോക്കിക്കോ, ഈ ഇതിൽ ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടി രൂപയാണ് ബജറ്റിലും വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പം തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തൊട്ടുള്ള അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം. അത് ലൈഫ് വന്നതോടുകൂടി തന്നെ അതിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവിടെയാണ് 300 കോടി വെച്ചിരുന്ന സ്ഥലത്ത് 120 കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. 60% വെട്ടിക്കുറവ്. ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങിക്കാൻ സഹായം, ഇതൊക്കെ പണ്ടുപോലെയുള്ളതാണ്. 170 കോടിയായിരുന്നു ബഡ്ജറ്റ് വിഹിതം. ഇത് 70.25 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. 170 കോടി ഉണ്ടായിരുന്നു, 100 കോടി അങ്ങ് എടുത്ത് വെട്ടിക്കുറച്ചു. അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്കോളർഷിപ്പ്, കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, ഭൂരഹിതർക്കുള്ള പദ്ധതി, ഗ്രാൻസ്, ഇതെല്ലാം. അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി, ആശുപത്രികളിലെ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക. കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ്. ആ കാരുണ്യ പദ്ധതിയിൽ 1800 കോടിയോളം രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. മരുന്ന് ഇല്ല ആശുപത്രികളിൽ. കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത്. അപ്പോൾ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല. അപ്പം ഡിസ്ഫങ്ക്റ്റാവും, ഗവൺമെൻറ് ഡിസ്ഫങ്ക്റ്റാവുന്ന, പ്രവർത്തന നിരതമല്ലാതാവുന്ന, പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞ് പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിൻ്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ്.
അല്ല പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ, പണം വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പെൻഷൻ കൂട്ടുമെന്ന് പറയും. പെൻഷൻ കൂട്ടാൻ ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. ആശ്വാസ കിരണം പദ്ധതി, ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന എത്ര മാസമായിട്ടെന്നറിയാം അതിൻ്റെ അരിയേഴ്സ് ഉള്ളത്. എത്ര മാസത്തെ അരിയേഴ്സാണെന്നറിയാം. പാവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു. അരിയേഴ്സാണ് ഇഷ്ടം പോലെ. ഒന്നിനും വെൽഫെയർ സ്കീംസിൻ്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല. അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അത് ഇതുമായിട്ട് യാഥാർത്ഥ്യമുണ്ടോ, പൊരുത്തമുണ്ടോ? ഞാൻ ഓരോ വകുപ്പ് ഏറ്റവും മനുഷ്യനെ ബാധിക്കുന്ന, സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പരിതാപകരമായ സ്ഥിതിയാണ്. ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം രൂക്ഷമായ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ. ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റമുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റമുണ്ട്. അപ്പോഴാണ് മാർക്കറ്റിൽ ഇൻ്റർവീൻ ചെയ്യേണ്ടത് ആരാ? സപ്ലൈകോയാണ്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള പൈസ സപ്ലൈ ചെയ്യുന്നില്ല സപ്ലയേഴ്സ്. ചെറുകിട സപ്ലൈക്കാർ പോലും വലിയ കടബാധ്യതയായി നിൽക്കുകയാണ് കേരളത്തിൽ. 200 കോടി അവർക്ക് മാത്രം കൊടുക്കാനുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചെറുകിട വിതരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സ്ഥാപനം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ഫങ്ക്റ്റായി. അവരുടെ ജോലി, അവരുടെ ആ സ്ഥാപനം ഉണ്ടാക്കിയത് മാർക്കറ്റിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ വില കൂടുക, അതിൻ്റെ ബാധ്യതയും സാധാരണക്കാർക്കാണ് വരുന്നത്. ആണ് പ്രശ്നം. എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണോ ആലോചിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഐസക്കും ഞങ്ങളും തമ്മിൽ നടന്നിരുന്ന ഡിബേറ്റുകൾ മുഴുവൻ ഈ കിഫ്ബിയെ സംബന്ധിച്ച്. കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ലീഗൽ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. കാരണം ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്ന ഒന്നല്ല. ഇതൊരു എക്സ്ട്രാ ബജറ്ററി ആയിട്ട് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല. കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. കാരണം കടമെടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ചിട്ടാണ്. സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടി വെച്ചിട്ട് കടമെടുക്കുന്നത്, ആ കടത്തിൻ്റെ ബാധ്യത തീർക്കേണ്ടത് സ്റ്റേറ്റാണ്. അപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കിഫ്ബിയിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻകം കിഫ്ബിയിൽ നിന്ന് അടച്ചു പോവില്ല. അതുകൊണ്ട് അത് അവസാനം സർക്കാരിൻ്റെ ബാധ്യതയായി വരും. ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും എല്ലാ വർഷവും 2000-3000 കോടി രൂപ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക്, അല്ലാതെ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കേണ്ടിയിരുന്ന തുകയെടുത്ത് കിഫ്ബിക്ക് കൊടുക്കുകയാണ്. കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോറ്റുമാണ് സർക്കാർ. എന്ത് അഡ്വാൻറ്റേജാണ് കിഫ്ബി കൊണ്ടുണ്ടായത്? ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PWDക്കും ഇറിഗേഷനും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നടത്താമായിരുന്നു. ഞങ്ങളതാണ് പറഞ്ഞത്. 32,000 കോടി രൂപ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഉണ്ടായി എന്ന് പറയുന്നു. അതിൻ്റെ ബാധ്യത മുഴുവൻ ബജറ്റിൽ തന്നെ ആയില്ലേ? അപ്പോൾ അന്ന് പറഞ്ഞു ഒരു കാരണവശാൽ ടോൾ ഏർപ്പെടുത്തില്ല, ഇതിൻ്റെ ഇക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ ബാധ്യത തീർന്ന് പോകും എന്ന ഒരു മായാജാല കണക്ക് പഴയ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഓർമ്മയിൽ. ഞങ്ങളുമായിട്ട് വലിയ ഡിബേറ്റാണ് അന്ന് നടന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഇക്കണോമിക് മോഡൽ എന്നാണ് പറഞ്ഞത്. ഈ പുതിയ ഇക്കണോമിക് മോഡൽ, അതായത് കടം മേടിച്ചിട്ട് ഈ പണി നടത്തിയിട്ട് ആ പണം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലാതെ അടച്ചടച്ചു പോകുന്നതാണ് പറയുന്നത്. ഇപ്പം അത് ചെയ്യില്ല, അത് പൊളിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കിഫ്ബി നിലനിൽക്കില്ല, കിഫ്ബി ബാധ്യതയാകും എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിനുണ്ടായിരിക്കുന്നത്, ആ സ്ഥാപനത്തിലുണ്ടായിരിക്കുക. ഒന്നും പ്രഖ്യാപിച്ചില്ല. ബജറ്റിൻ്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപട്യമല്ലേ? സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു, ഓക്കെ ആയിരിക്കുന്നു എന്നാണ്. എന്നിട്ടാണ് 10,000 കോടി രൂപയുടെ ബാധ്യത, കൊടുത്തു തീർക്കാനുള്ള ബാധ്യത. ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്നത്. ലയബിലിറ്റി
പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു വാസ്തവവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നാണ്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ഇത്രയും പച്ചക്കള്ളം ഒരു ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ പറയാമോ? അത് ഒരു 10-20 പേജ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ ആമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മളിത് മറികടന്നിരിക്കുന്നു. എപ്പോഴാണ് ഈ 50% സാമ്പത്തിക ഞെരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നമ്മളിതെല്ലാം മറികടന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെൻഷനുകൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവരിതിനകത്ത് പലതും വീണ്ടും പറയുന്നുണ്ടല്ലോ. ആശ്വാസകിരണം, അതായത് രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഈ ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. ഈ ബഡ്ജറ്റിലും ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ 650 കുട്ടികൾക്ക് ചെയ്തു. അവരുടെ കേൾവി ശക്തി വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ 650 കോക്ലിയർ ഇംപ്ലാന്റും പ്രവർത്തനരഹിതമായി സംസാരിച്ച കുട്ടികൾ സംസാരശേഷി വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ 650 കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ LSS USS എന്ന് പറയുന്ന കുട്ടികൾ നടത്തുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയില്ലേ, അത് കുടിശ്ശികയാണ്. എന്നിട്ടിപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ആ LSS USS എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് പൈസ കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അതിനെ ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരാക്കാൻ പോവാണ്. അങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ആ പേരിൻ്റെ കുഴപ്പമായിരുന്നല്ലോ. LSS USS ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ആകെ പറയുന്നത് അതിൻ്റെ പേര് മാറ്റാൻ പോവാണ്. കാരുണ്യ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങളവിടെ സമരം ചെയ്തു വരിക. അവിടെ മാത്രം കൊടുക്കാനുള്ള കുടിശ്ശിക കാരുണ്യയിലൂടെയും കാസ്പിലൂടെയും പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നറിയോ? 100 കോടി രൂപയാണ് ഒരൊറ്റ മെഡിക്കൽ കോളേജ്. മാത്രമല്ല അവിടെ പിന്നെ ഇപ്പോൾ സ്റ്റെൻറ്റ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ നടക്കുന്നില്ല. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് നിർദ്ദേശിച്ച് ആളുകൾ അവിടെ കൈനീട്ടി യാചിച്ചിട്ടാണ് മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കാസ്പിലൂടെയും കാരുണ്യത്തിലൂടെയും സൗജന്യ മരുന്ന് കൊടുക്കും. നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത മരുന്നാണ്. ഇനി ഇത് തന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പണം നോക്കിയാൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെയും വന്നിട്ടുള്ള കുടിശ്ശികകൾ തീർക്കാനുള്ള പൈസ പോലും ഇതിനകത്ത് തികയില്ല. കാരുണ്യത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം 100 കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൊത്തം മെഡിക്കൽ കോളേജ് മാത്രമല്ലല്ലോ, താലൂക്ക് ആശുപത്രി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് 11 സ്കോളർഷിപ്പാണ് കട്ട് ചെയ്തത്. മദർ തെരേസ സ്കോളർഷിപ്പ്, പിന്നെ ജോസഫ് പുണ്ടശ്ശേരി, APJ അബ്ദുൽ കലാം. ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഇത് ഒരു 6000 രൂപ കുട്ടികൾക്ക് പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കൊടുക്കുന്ന പൈസയാണ്. അതിൽ 30% പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ്. അത് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് സംസാരിക്കുകയും
ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഇവർ പറയുകയാണ് പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾ തടയുന്നു. എങ്ങനെ തടയാനാണ് നിങ്ങൾക്ക് പറ്റുക? ഇവിടെ പഠിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതാക്കിയിട്ട് അവർ വെളിയിലേക്ക് പോകുന്നത് തടയുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും, യാതൊരു സംശയമില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ പറയാം, ബഡ്ജറ്റിൽ വെച്ച പ്രൊവിഷൻസ് ഉണ്ടല്ലോ, 20% ബഡ്ജറ്റ് വെച്ച പ്രൊവിഷൻസിൽ 4 or 5 പ്രോജക്ട്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഫിനാൻസ് മിനിസ്റ്ററുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ഫോർ ബെറ്റർ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ 20% വെക്കുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മെയിനായി വെക്കുന്ന, ഞാൻ ടോക്കൺ പ്രൊവിഷൻ അല്ല പറയുന്നത്, 20% വെച്ച് ഏസ് തരുന്ന പ്രവൃത്തി പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ് എന്തിനാണ് ഞങ്ങളിതാ പൊതുമരാമത്തിൽ ഇത്ര പൈസ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഗീർവാണം നടത്തുന്നത്? അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സമൂഹം തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയാൻ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്താ ചോദിച്ചേ? ആ 50% വെട്ടിക്കുറച്ചു. അപ്പോൾ ലീഗ് അല്ല, ഇത് UDF ചെയ്യേണ്ടതാണല്ലോ, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ മാത്രമല്ല, ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കുന്ന, അതിൽ APL പെടുന്ന, പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷനും ഇത് ഈ പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു സമരമാണ്. മൈനോറിറ്റി എന്ന് പറയുന്നത് ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കേണ്ട ഒന്നല്ല. ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഈ സ്കോളർഷിപ്പ് APJ അബ്ദുൽ കലാമിൻ്റെ ഞാൻ പറഞ്ഞു, ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് SSLC കുട്ടികൾക്ക് 10,000, ഹയർ സെക്കൻഡറിക്ക് 15,000, 80% മാർക്കുണ്ടെങ്കിൽ, 75% മാർക്കുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് 15,000 രൂപ. ഇതെല്ലാം പകുതിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അവർക്ക് ഇനി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മൈനോറിറ്റി വെൽഫെയറിൽ വഴി കൊടുക്കേണ്ട പണമാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അത് 50% ആണ്. ഈ കഴിഞ്ഞ തവണ 13 കോടി രൂപയാണ് ഇത് മൊത്തത്തിൽ വെക്കേണ്ടത്. അത് പകുതിയാക്കി. ജോസഫ് മുണ്ടശ്ശേരി പിന്നെ സ്കോളർഷിപ്പ് മാത്രം 5 കോടി കൊടുക്കേണ്ടതാണ്. അത് 2.5 കോടിയാക്കി വെട്ടിച്ചുരുക്കി, 50% വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇതിലും ഈ പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാം വെട്ടിച്ചുരുക്കി എന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് വെട്ടിച്ചുരുക്കിയ നടപടിക്കെതിരെ ഒബ്ജക്ഷൻ പറഞ്ഞു. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞു, UDFൻ്റെ പ്രതിഷേധം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, ലീഗിൻ്റെ തലത്തിൽ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കേരള കോൺഗ്രസ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം UDF ശക്തമായി UDF എന്നാലും ഒറ്റക്കെട്ടായി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മലയോര യാത്രയുടെ ഇടയിൽ തന്നെ ഞങ്ങളെല്ലാവരും അതിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ആ മേഖലയിലെ പ്രശ്നങ്ങൾ പറയുന്നതോടൊപ്പം ഈ സമീപ ദിവസങ്ങളിലുണ്ടായ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ആപത്തും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ വീണ്ടും ഈ വിഷയം സജീവമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇപ്പോൾ MK മുനീറുകൂടെ പറഞ്ഞതോടൊപ്പം ഞങ്ങൾ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം, കാർഷിക മേഖല പരിപൂർണമായിട്ട് ഈ ബഡ്ജറ്റിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയതായിട്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ, ഇപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകളിൽ ഒന്നാണ് കൃഷി. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ജനജീവിതമാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു അടിത്തറയായിട്ടുള്ളത്. അതിനെ സംരക്ഷിക്കാൻ വലിയ വിലത്തകർച്ച മൂലം കൃഷിക്കാർ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വലിയ തകർച്ച, ജപ്തി നടപടികൾ മൂലം ആളുകൾ ഭയങ്കരമായി തകർന്നിരിക്കുന്ന സാഹചര്യം, ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയിലേക്ക് പോകുന്നു, കർഷക ആത്മഹത്യ, ഇതൊക്കെ സ്റ്റേറ്റിൽ നിത്യസംഭവമായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ കർഷകർക്ക് വലിയ ആശ്വാസവും സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഈ ബഡ്ജറ്റിലൂടെ എല്ലാവരും പ്രതീക്ഷിച്ചാണ്. ഗവൺമെൻറ് പറഞ്ഞ വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ല. ഇപ്പോൾ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു, യഥാർത്ഥത്തിൽ LDFൻ്റെ വാഗ്ദാനം എത്രയാണ്? LDF അധികാരത്തിൽ വന്നാൽ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപയാക്കി മാറ്റും എന്നാണ് LDF
നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. 250 ഞങ്ങൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന 300 രൂപയെങ്കിലും കിട്ടണം. കാരണം റബ്ബർ കൃഷിക്കാരുടെ അവരുടെ മുതൽ മുടക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ 300 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ വെട്ടുകാരന് കൊടുക്കാനും റബ്ബർ പരിപാലിച്ച് പോകാനും കഴിയുള്ളൂ. അപ്പോൾ ആളുകൾ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് മറ്റ് കൃഷിയിലേക്ക് പോവുകയാണ്. റബ്ബർ കൃഷി സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് 300 രൂപയാണ് റബ്ബർ കർഷകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ LDF ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ആ 250 രൂപയുടെ വാഗ്ദാനം പോലും ഇപ്പോൾ 9 വർഷം ഭരണത്തിൽ ഇരുന്നിട്ടും അവർക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതിന് പകരം റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു, ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില കൃഷിക്കാരൻ കൊണ്ടുപോയി നേരിട്ട് കൊടുത്താൽ 208 രൂപ കിട്ടും, 208, 210 രൂപ കിട്ടും. ആ സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 രൂപ കൂട്ടിയെന്ന് പറഞ്ഞു വെറുതെ കളിയാക്കുമായിരുന്നു. ആ 10 രൂപ ആർക്കും വേണ്ടി വന്നിട്ടില്ല, ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു 10 രൂപ കൂട്ടിയിരിക്കുകയാണ്. ആ 10 രൂപ കൂട്ടിയതിൻ്റെ പ്രയോജനം ആർക്ക് കിട്ടാനാ? ആർക്കും ഒരു പ്രയോജനം കിട്ടാനില്ല. 180 വരെ വരുന്നുള്ളൂ. വണ്ടിയുടെ പുറകെ ഓർഡർ വിലയാണ്. 180 കൊണ്ട് ഇവർ വരുമ്പം 208 രൂപ കൃഷിക്കാരൻ്റെ ഈ സർക്കാരിനെ ഒന്ന് നോക്കി നിന്ന് ബില്ല് അപ്ലോഡ് ചെയ്ത് റബ്ബർ ബോർഡിൽ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് അതിനുള്ള ഓർഡർ കാശും കൂടെ കൊടുത്ത് വരുമ്പം ഈ പിന്നെ ബാക്കി കാശും കൂടെ കയ്യിൽ നിന്ന് പോകും. ഇത് ഒരു പ്രശ്നവുമില്ല, നേരിട്ട് കൊണ്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 208 കിട്ടും. അതുകൊണ്ട് LDF എന്തെങ്കിലും കൃഷിക്കാരുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ റബ്ബറിന് അവർ പറഞ്ഞ വാഗ്ദാനം 250 കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനമെങ്കിലും ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തിരുത്തി പറയാനുള്ള ആത്മാർത്ഥത, അതിനുള്ളൊരു നടപടി LDF ചെയ്യണം. നെൽകർഷകന്റെ കാര്യം പറഞ്ഞു, സപ്ലൈകോയുടെ കാര്യം പ്രതിപക്ഷത പറഞ്ഞു. അടുത്ത കൃഷി ചെയ്യേണ്ട സമയമാണ്. ഇരുട്ടിൽ തപ്പുവാണ്. എങ്ങനെ ഇത് സപ്ലൈകോടെ കടന്നു തരാൻ പോയിട്ട് കൃഷിക്കാരന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ളതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിലക്കയറ്റം രൂക്ഷമാക്കുന്ന നിലയിലായിരിക്കും ഈ ബഡ്ജറ്റിൽ സപ്ലൈകോയെ സംബന്ധിച്ച് ഗവൺമെൻറ് വച്ചിരിക്കുന്ന തുക. 2000 കോടിക്ക് അടുത്ത് കടം നിൽക്കുന്ന കോർപ്പറേഷന് ഗവൺമെൻറ് നാമമാത്രമായ തുക നൽകുമ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. വിപണിയിലെ വില നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലിൽ നിന്ന് ആ കോർപ്പറേഷന് പിന്നെയും പിന്നോട്ടടിക്കുന്ന നിലയിലാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്ന നിലയിൽ കടത്തിന് മേൽ കടമായ ഒരു കോർപ്പറേഷനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ഈ ബഡ്ജറ്റിലേക്ക് 2025-26 ബഡ്ജറ്റിലേക്ക് എത്തുമ്പോഴും ഇതേ നിലപാട് തന്നെ, അതായത് ഇതിനെ സംരക്ഷിക്കുവാനുള്ള യാതൊരു നിലപാടും കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് ഇടയാവുന്ന നിലയിലേക്ക് പോകുന്നു. വിപണി ഇടപെടൽ പരിപൂർണമായും പരാജയപ്പെടുന്ന സാഹചര്യമായിരിക്കും ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് ഗവൺമെൻറ് യാതൊരു അവധാനതയില്ലാതെയാണ് നീക്കിയിരിക്കുന്നത്. മന്ത്രി പറഞ്ഞ 2028 വരെ ഇത് വർദ്ധിപ്പിച്ചത് നന്നായി എന്നതിനെ സംബന്ധിച്ചാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. എന്നാൽ സ്റ്റേറ്റ് വിഹിതം വെക്കാതെ കേന്ദ്ര വിഹിതം ലഭിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജലജീവൻ മിഷൻ വലിയ പ്രതീക്ഷയോടെ ഗ്രാമീണ മേഖലയിൽ കുടിവെള്ള പദ്ധതി എത്തിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയ ജലജീവൻ മിഷൻ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു സ്ഥലത്തും അതിൻ്റെ വർക്കുകൾ നടക്കുന്നില്ല. മിക്ക വർക്കും വളരെ ലാഗ് ചെയ്യുന്നു. അത് പ്രാദേശികമായിട്ടുള്ള റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ ആ പദ്ധതി തന്നെ നിലച്ചു നിൽക്കുന്നത് കുടിവെള്ളം എന്നത് ഒരു കിട്ടാക്കനിയായി മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് തുടരുന്നു എന്നതാണ്. കാർഷിക മേഖല ഇവിടെ പ്രതിപാദിച്ചതുപോലെ സമ്പൂർണ്ണമായും ഗവൺമെൻറ് അവഗണിച്ചിരിക്കുകയാണ്. റബ്ബർ കർഷകർ ഇതുപോലെ വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കരുത്. അവിടെ 250 രൂപ അടിസ്ഥാന വില നിർണ്ണയിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത്തവണ 10 രൂപയും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാതൊരു പ്രയോജനവും ഈ വർധനവ് കൊണ്ട് ഉണ്ടാവുന്നില്ല. കാരണം ആ പൈസ കൈമാറേണ്ട ആവശ്യം വരുന്നില്ല. വിപണിയിൽ അതിനേക്കാൾ ഉപരി വില നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബർ കർഷകരെ വീണ്ടും വീണ്ടും വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഭൂനികുതി വർദ്ധിപ്പിച്ചത് അന്യായമാണ്. അത് കുറയ്ക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവണം. 50% ഭൂനികുതി വർദ്ധിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും ഇത് തന്നെയായിരിക്കും. ഈ ഭൂനികുതി അന്യായമായ നിലയിലാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗവൺമെൻറ്.